ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ PSC എക്സാമുകളിലായിട്ടും അതുപോലെ നീറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ദ ടൈം ടേക്കൺ ഫോർ ദ ഡീകേ ഓഫ് 1/2 ഓഫ് ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. അപ്പോ ഇവിടെ ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കൂ. ടൈം ടേക്കൺ ഫോർ ദ ഡീകേ ഓഫ് 1/2 ഓഫ് ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. അപ്പൊ ന്യൂക്ലിയന്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം അതെന്താണ്? ടൈം പീരീഡ് ആണോ? അല്ല. ഓപ്ഷൻ എ അല്ല. ദെൻ ഏതാ? ഓപ്ഷൻ ബി ഹാഫ് ലൈഫ് ആണ്. അല്ലെ? T½ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ചോദ്യമാണ്. T½ ഇക്വേഷൻ പറയൂ. T½ is equal to 0.693 by ലാംഡ. ലാംഡ എന്നുള്ളത് ഡിസിന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അടുത്ത ചോദ്യം ചെയ്യാം. നോക്കൂ, കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് സെർച്ചറിനെ ചോദിച്ചതാണ്. വിച്ച് ഈസ് ദ മെയിൻ എനർജി സോഴ്സ് ഓഫ് സൺ? സണിന്റെ മെയിൻ എനർജി സോഴ്സ് ഏതാണെന്ന് ചോദ്യം. ഏതാണ്? വളരെ സിമ്പിൾ ചോദ്യം. ഓപ്ഷൻ സി ഫ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സണ്ണ് അല്ലെങ്കിൽ സ്റ്റാറിന്റെ ഒക്കെ എനർജി സോഴ്സ്. അടുത്തത് നോക്കൂ, ഇതും FPS ചോദ്യമായിരുന്നു. ഐഡന്റിഫൈ ദ ക്വാർക്ക് ഹാവിംഗ് ഗ്രേറ്റസ്റ്റ് റെസ്റ്റ് മാസ്. അപ്പൊ റെസ്റ്റ് മാസ് കൂടിയ ക്വാർക്കുകൾ ഏതാണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ചോദിക്കുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമുക്ക് 6 ക്വാർക്കുകളാണുള്ളത്. അപ്പ്, ഡൗണ്, സ്ട്രെയിഞ്ച്, ദെൻ ചാമ്, ബോട്ടം, ദെൻ ടോപ്പ്, അല്ലേ? അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും റെസ്റ്റ് മാസ് കൂടിയ ആളുകൾ ആരാണ്? അതില് ടോപ്പാണ് ഏറ്റവും റെസ്റ്റ് മാസ് കൂടിയത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് കുറവുള്ളതാണ് എന്ത്? പിന്നെ ബോട്ടം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? സ്ട്രെയിഞ്ച് തന്നിട്ടുണ്ട്, അപ്പ് തന്നിട്ടുണ്ട്, ഡൗണ്, ബോട്ടം. അപ്പൊ ഇതില് സ്ട്രെയിഞ്ച്, അപ്പ്, ഡൗണ് ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ പൊതുവെ റെസ്റ്റ് മാസ് കുറവുള്ള ആളുകളാണ്. തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ബോട്ടം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും റെസ്റ്റ് മാസ് കൂടിയ കോർക്ക് എന്തല്ല? ബോട്ടം അല്ല, അത് ടോപ്പ് കോർക്കാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കൂ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ റിമൈനിങ് ആഫ്റ്റർ n ഹാഫ് ലൈഫ് പീരീഡ്സ്? n ഹാഫ് ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ അതിൽ എത്ര ന്യൂക്ലിയർ റിമൈൻ ചെയ്യും? അതിന്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. എങ്ങനെ? അതായത് n is equal to n0/2n. നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചതാണ് അല്ലേ? n equal to n0/2n. n എന്നുള്ളത് എന്താ? നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ് n, അല്ലേ? അപ്പൊ അത് അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതെന്തായാലും ഇത് ഓർത്തോ. കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് സെർച്ചറിലെ ചോദ്യമായിരുന്നു. അത് ഇവിടെ എന്താണ്? n equal to n0/2n ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഒബ്ജക്ട് വിച്ച് ആർ കംപ്രൈസ്ഡ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് കംസ് അണ്ടർ ദ കാറ്റഗറി. അപ്പൊ ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? മെസോൺസ് ആണോ, ബോസോൺസ് ആണോ, ലെപ്റ്റോൺസ് ആണോ, ബേരിയോൺസ് ആണോ? നമുക്കറിയാം ഫെർമിയോൺസില് എന്താണ്? അതിലൊക്കെ എന്താ? ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ് വരിക. ദെൻ ബോസോൺ ആണെങ്കിൽ അത് ഇന്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾ ആണ് ബോസോൺസ്. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഫെർമിയോൺസ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിള് ഇലക്ട്രോൺസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ എന്താണ്? ഹാഫ് സ്പിൻ പാർട്ടിക്കിൾ അല്ല, ഹാഫ് എച്ച് ക്രോസ് അല്ല അതിന്റെ സ്പിൻ വരുന്നത്, അല്ലേ? അപ്പൊ ഇനി പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും ഒക്കെ എന്ത് തന്നെയാണ്? ഹാഫ് എച്ച് ക്രോസ് തന്നെ വരുന്നത്, സ്പിൻ ഹാഫ് ആണ്. അപ്പൊ അതായത് ഫെർമിയോൺസ് എന്തായാലും നമുക്ക് കിട്ടില്ല. അതായത് ഇനി ഇതിന്റെ നമ്പർ 2 ഫെർമിയോൺ ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, 2 ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ സ്പിൻ എത്ര വരും? 1 എച്ച് ക്രോസ് അല്ലേ വരിക, അല്ലെ? ഇനി 4 ഇലക്ട്രോൺ ആണ് വിചാരിച്ചു നോക്കൂ, അല്ലെങ്കിൽ 4 പ്രോട്ടോൺ ആണ് കൺസിഡർ ചെയ്ത് നോക്കൂ. അപ്പൊ ആ കേസിലും എത്ര തന്നെ വരുന്നത്? അതായത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ്, ഇപ്പൊ 4 ഇലക്ട്രോൺ ആണെങ്കിൽ അവിടെ എന്താണ്? 4 × 1/2 എച്ച് ക്രോസ്, അതായത് അവിടെ 2 എച്ച് ക്രോസ് വരും. അപ്പൊ എന്താ? ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇന്റഗ്രൽ നമ്പറാണ് വന്നിട്ടുള്ളത്, അല്ലേ? അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഫെർമിയോന്റെ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ആ കാറ്റഗറി എന്താണ്? അത് ബോസോൺസ് ആണ്.
അല്ലേ? നമ്മളിപ്പോ കൂപ്പർ പെയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. കൂപ്പർ പെയർ എന്താണ്? ഒരു ബോസോൺ ആണ്. കാരണം കൂപ്പർ പെയറിൽ ഇലക്ട്രോൺസ് രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ആണല്ലോ കൂപ്പർ പെയർ സൂപ്പർ കണ്ടക്ടേഴ്സിലൊക്കെ. അപ്പം അതെന്താണ്? അത് ബോസോൺ ആണ്. കാരണം എന്താ? അതിന്റെ സ്പിന്ന് ഹാഫ് അല്ല 1 ആണ് വരുന്നത്. ഇന്റഗ്രൽ നമ്പർ ആണ് വരുന്നത്. പിന്നെ അതേപോലെ വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോ ഹീലിയം ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹീലിയം ആറ്റം കൺസിഡർ ചെയ്ത് നോക്കൂ. He2 4 അല്ലേ? ഇത് എന്താണ്? ഈ സിസ്റ്റത്തിന്റെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ ആറ്റം മൊത്തം നോക്കുകയാണെങ്കിൽ അതെന്താണ്? ബോസോൺ ആണ്. നിങ്ങൾ നോക്കാം, ഇതില് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2 പ്രോട്ടോൺ ഉണ്ട്. ഇല്ലേ? 2 പ്രോട്ടോൺ ഉണ്ട്. ദെൻ 2 ന്യൂട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ ഹീലിയം ആറ്റത്തിൽ ഇത്രയും ആളുകളാണ്. 2 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 2 ഇലക്ട്രോൺ ഉള്ളത്. ഇനി അപ്പൊ മൊത്തം നോക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ സ്പിൻ എത്രയാണ്? പ്രോട്ടോൺ ആവട്ടെ, ന്യൂട്രോൺ ആവട്ടെ, ഇലക്ട്രോൺ ആവട്ടെ, സ്പിൻ എത്രയാണ് വരുന്നത്? ഹാഫ് അല്ലേ വരുന്നത്? ഇനി ഇത് എന്താണ്? ഈവൻ നമ്പർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്പിന്ന് നോക്കുകയാണെങ്കിൽ എത്ര വരിക? അതൊരു ഈവൻ നമ്പർ, അതായത് എന്താ, ഒരു ഇന്റഗ്രൽ നമ്പർ ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 6 × 1/2, അതായത് 3 H എന്നാണ് വരുന്നത്. അതായത് എന്താ? ഈ ഹീലിയം ആറ്റം എന്താണ്? അതൊരു സിസ്റ്റം മൊത്തം നോക്കുകയാണെങ്കിൽ അതൊരു ബോസോൺ ആണ്. അതേസമയം സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതിലെ ഇലക്ട്രോൺ ഉണ്ട്. അതെന്താ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഫെർമിയോൺ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, ബോസോൺസ്. അടുത്ത ചോദ്യം, ഹൗ മെനി ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ആർ ലോസ്റ്റ് വെൻ യുറേനിയം 238 ഈസ് കൺവേർട്ടഡ് ടു റേഡിയം 226? പറയൂ, എന്ത് വരും? നമുക്ക് നോക്കാം. ഇവിടെ എത്ര ആൽഫ പാർട്ടികൾ അല്ലെങ്കിൽ എത്ര ബീറ്റ പാർട്ടികളാണ് എമിറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, ആൽഫ പാർട്ടികൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഡിക്ക ആണെങ്കിൽ അവിടെ മാസ് നമ്പർ എത്രയായിട്ട് കുറയും? 4 ആയിട്ട് കുറയും. അതുപോലെ ആറ്റോമിക് നമ്പർ ഇസഡ് 2 ആയിട്ട് കുറയാണ് ചെയ്യുക. ഇതാണ് ആൽഫ പാർട്ടികളുടെ എമിഷൻ നടക്കുക. ഇനി ബീറ്റ പാർട്ടികളുടെ എമിഷൻ ആണെങ്കിലോ അവിടെ മാസ് നമ്പറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, മാസ് നമ്പർ അതേപോലെ തന്നെയാണ് നിൽക്കുക. എക്ക് മാറ്റമൊന്നുമില്ല. ഇസഡ് എന്ത് ചെയ്യും? ബീറ്റ മൈനസ് ഡി കെ ആണെങ്കിൽ ഇസഡ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെയ്യുക? ബീറ്റ മൈനസ് ആണെങ്കിൽ പറയൂ. ബീറ്റ മൈനസ് ആണെങ്കിൽ അവിടെ ഇൻക്രീസ് ആണ് സംഭവിക്കുക, അല്ലേ? ഇസഡ് എന്തായി മാറും? ഇസഡ് +1 ആയിട്ട് മാറും, 1 കൂടും. ഇനി ബീറ്റ പ്ലസ് ഡി കെ ആണെങ്കിൽ ഇസഡ് 1 കുറയാണ് ചെയ്യുക, ഇസഡ് -1 ആണ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. ഇവിടെ ആൽഫ പാർട്ടികൾ ആദ്യം കണ്ടുപിടിക്കാം. എത്ര ആൽഫ പാർട്ടികൾ ഉണ്ട് എങ്ങനെ നോക്കാൻ പറ്റും? ഇവിടെ മാസ് നമ്പർ 238 ആണ്, അല്ലെ? അത് എത്ര ആയിട്ട് മാറി? 226 ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കൂ, ഇതിന്റെ ഡിഫറൻസ് എത്ര വരുന്നത്? 38 - 226. അപ്പൊ എത്ര? 12 അല്ലേ വരുന്നത്, അല്ലേ? 12 ആണ് മാസ് നമ്പറിലെ ചേഞ്ച് വരുന്നത്. 12 വന്നു മീൻസ് അവിടെ ഒരു ആൽഫ ഡിക്ക് ആണെങ്കിൽ 4 കുറഞ്ഞിട്ടുണ്ടാവും. അവിടെ 12 കുറഞ്ഞു മീൻസ് അവിടെ എത്ര ആൽഫ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും? അവിടെ ആൽഫ പാർട്ടികൾ 3 ആൽഫ പാർട്ടികളാണ് ഡീകേ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ആൽഫ പാർട്ടികൾ 3 ഡീകേ ചെയ്തു മീൻസ് ഓപ്ഷൻ എ ആണ് അതിൽ തന്നിട്ടുള്ളത്. ബാക്കി ഓപ്ഷനിലൊന്നും 3 ഇല്ല. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നമുക്കിനി എന്തായാലും ബീറ്റ പാർട്ടികളുടെ എണ്ണം കൂടി നോക്കാം. ഏതായാലും നമുക്ക് ആൻസർ കിട്ടി, നമുക്ക് ബീറ്റ കൂടെ കണ്ടുപിടിക്കാം. ബീറ്റ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ആൽഫ 3 എമിറ്റ് ചെയ്തു. അപ്പൊ 3 എമിറ്റ് ചെയ്തു മീൻസ് അവിടെ ഇസഡ് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും? ഇസഡ് 3 എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇസഡ് 6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, അല്ല? അപ്പൊ 92 നിന്ന് 6 കുറച്ചാൽ എത്ര വരും? 86 ആണ് വരുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് വരേണ്ടത്. 3 ആൽഫ പാർട്ടികൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് 86 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എത്ര? 88 ആണ്. ഇത് 86 88 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൂടിയിട്ടില്ലേ? ഈ 2 കൂടിയത് ഏത് സമയത്താണ്? നമുക്കറിയാം, ബീറ്റ മൈനസ് ഡി കെ അല്ലെങ്കിൽ ബീറ്റ ഇലക്ട്രോൺ എമിഷൻ നടക്കുന്ന സമയത്താണ് എന്ത്? ഇവിടെ മാസ് ആറ്റമിക് നമ്പർ ഓരോന്നിച്ച് കൂടുക. അപ്പൊ ഇവിടെ നോക്കൂ, 86 88 മീൻസ് ഇവിടെ 2 ബീറ്റ പാർട്ടികൾ എമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ എ വരുന്നത്. 3 ആൽഫ പാർട്ടികളും 2 ബീറ്റ പാർട്ടികൾ ഡീകേ ചെയ്താലാണ് യുറേനിയം 238 റേഡിയം 226 ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ, പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു. പാക്കിംഗ് ഫ്രാക്ഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂക്ലിയർ സ്പിൻ, ഓപ്ഷൻ ബി മാസ് ഡിഫക്ട്, ദെൻ റേഡിയോ ആക്ടിവിറ്റി, ഓപ്ഷൻ ഡി ആറ്റോമിക് നമ്പർ. ആ പാക്കിംഗ് ഫ്രാക്ഷൻ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? പറയൂ. നമുക്കറിയാം പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത് അത് നോക്കുകയാണെങ്കിൽ എന്താണ്, മാസ് ഡിഫക്ട് ബൈ നമ്പർ ഓഫ്, അല്ലെങ്കിൽ മാസ് ഡിഫക്ട് ബൈ എ ആണെന്ന് മാസ് നമ്പർ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ ഡെൽറ്റ എം ബൈ എ ആണ് പാക്കിംഗ് ഫ്രാക്ഷൻ. അത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എഴുതി കൂടെ. പാക്കിംഗ് ഫ്രാക്ഷൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മാസ് ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ മാസ് ഡിഫക്ട് ബൈ അല്ലെങ്കിൽ മാസ് ഡിഫക്ട് പെർ ന്യൂക്ലിയോൺ ആണ് എന്ത്? പാക്കിംഗ് ഫ്രാക്ഷൻ. നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ പറയുന്നില്ല, അതേപോലെ തന്നെ മാസ് ഡിഫക്ട് ബൈ ന്യൂക്ലിയോൺ ആണ് എന്ത്? പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പൊ ഇത് ഓർത്തു വെക്കുക, മാസ് ഡിഫക്റ്റ് ആണ് ഡയറക്റ്റ് റിലേഷൻ വരുന്നത്. അടുത്ത് നോക്കൂ, ഗാമ റേസാർ. നോക്കാം ഗാമ റേസിന്റെ കാര്യം പറയുന്നത്. ഇതിൽ ഏതാണ് ശരി? എക്സ്ട്രീംലി സ്മോൾ ആൻഡ് ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. ഗാമ റേസ് വളരെ ചെറുതും അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾ ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? നോക്കാം. അടുത്തത് ബി, ഹൈ സ്പീഡ് ഓഫ് പോസിട്രോൺസ്. ഗാമ റേ ഹൈ സ്പീഡ് പോസിട്രോൺ ആണോ? നെക്സ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഓപ്ഷൻ ഡി ഹൈ സ്പീഡ് ന്യൂട്രോൺസ്. നമുക്കറിയാം ഗാമ റേസ് എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഓക്കെ, ഇനി നോക്കാം, ഗാമ ഡിക്ക് സംഭവിക്കുന്ന സമയത്ത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഗാമ ഡിക്ക് ആണെങ്കിൽ അവിടെ മാസ് നമ്പറും ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ ആറ്റോമിക് നമ്പറും ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്ത് നോക്കൂ, ഇതും ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ ചോദ്യമായിരുന്നു. ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് 140 days. ആഫ്റ്റർ 560 days, one of the element will reduce to. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഹാഫ് ലൈഫ്, ടി ഹാഫ് തന്നിട്ടുണ്ട്. ടി ഹാഫ് 140 days ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 560 ദിവസം കഴിഞ്ഞാൽ എത്ര റിമെയിൻ ചെയ്യുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഡേയ്സ്? 560 days ആണ് തന്നിട്ടുള്ളത്. ടൈം 560 days ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് കണ്ടുപിടിക്കാം. എത്ര ഹാഫ് ലൈഫ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറയൂ. അതായത് 140 560 ഇടയിൽ എത്ര? 560/140. അത് ചെയ്യുമ്പോൾ 4 അല്ലേ വരുന്നത്? അല്ലേ? 4 ഹാഫ് ലൈഫ് ആണ് ഇതിൽ കടന്നു പോയിട്ടുള്ളത്. 560 ദിവസത്തിനുള്ളിൽ 4 ഹാഫ് ലൈഫ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ 4 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്ര റിമെയിൻ ചെയ്തിട്ടുണ്ടാവും? നമുക്കറിയാം n ഈക്വൽ ടു n0/2n ആണ്, അല്ലേ? അപ്പൊ ഇവിടെ റിമെയിൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ്? n/n0 ഈക്വൽ ടു 1/2n ഗ്രാം റിമെയിൻ ചെയ്തിട്ടുണ്ടാവും. അതായത് 1/2/4. 1/2/4 പറഞ്ഞാൽ 1/16 ആണ് ആൻസർ വരുന്നത്. 1/16 ഗ്രാം ആയിരിക്കും 560 ദിവസത്തിന് ശേഷം അതിൽ റിമെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇക്വേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ നോക്കൂ, ആദ്യം 150 ഇപ്പം 1 ഗ്രാം ആണെങ്കിൽ അത് ഫസ്റ്റ് ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 140 days കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അത് 1/2 ഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അത് അടുത്ത ഹാഫ് ലൈഫ്, അതായത് ഈ 140 കഴിഞ്ഞ് പിന്നെ എന്ത് 280 ആണ് സമയത്ത് എത്ര ആയിട്ടുണ്ടാവും? 1/2ന്റെ പകുതി ഡീകേ ചെയ്തിട്ടുണ്ടാവും. അതായത് 1/4 ഗ്രാമേ പിന്നെ റിമെയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞ് അടുത്ത ഹാഫ് ലൈഫിലോ, അടുത്ത മൂന്നാമത്തെ ഹാഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ എത്ര വരും? 420 അല്ലേ വരിക? അല്ലേ? അപ്പൊ 420 days കഴിഞ്ഞാൽ ഈ 1/4 ഗ്രാമിന്റെ പകുതി ഡീകേ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം 1/8 ഗ്രാം ആണ് പിന്നെ റിമെയിൻ ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് 560 days ആകുമ്പോൾ
ഇവിടെ 1/8 ഗ്രാമിന്റെ പകുതി ഡീക്രീസ് ചെയ്ത് പോകും. അപ്പൊ ബാക്കി റിമൈനിങ് 1/16 ഗ്രാം ആണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കൂ. അതായത് കഴിഞ്ഞ FPS ഒരുപാട് ചോദ്യങ്ങൾ ഈ ന്യൂക്ലിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്തൊക്കെ എന്താ FPS ചോദ്യങ്ങളായിരുന്നു. ദ SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റീസ്. റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂറി ആണോ, ബെക്കറൽ ആണോ, റൂദർഫോർഡ്, റോൺജൻ? ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് ഏതാണ്? ബെക്കറൽ ആണ്. ഓക്കെ. ദെൻ ക്യൂറി, റൂദർഫോർഡ് ഒക്കെ എന്ത് തന്നെയാണ്? റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് ആണ്, പക്ഷെ SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് ഓർത്ത് വെക്കുക, ബെക്കറൽ, അല്ലെങ്കിൽ ബെക്കറൽ എന്ന് പറഞ്ഞാൽ എത്ര? 1 DK per second. ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന DK ആണ് എന്ത് ബെക്കറൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ. 18/23 ചോദ്യം. The radioactive element neptunium emits which particle to form plutonium? അപ്പം നെപ്റ്റ്യൂണിയം എമിറ്റ് ചെയ്തിട്ട് പ്ലൂട്ടോണിയം ആയി മാറി. അങ്ങനെയെങ്കിൽ ഏത് പാർട്ടികൾ എമിറ്റ് ചെയ്താലാണ് പ്ലൂട്ടോണിയം ആകുന്ന ചോദ്യം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയണം. നെപ്റ്റ്യൂണിയം 93 അല്ലേ? അത് എത്ര ആയിട്ട് മാറി? പ്ലൂട്ടോണിയം ആയിട്ട് മാറി. അപ്പൊ പ്ലൂട്ടോണിയത്തിന്റെ നമ്പർ എത്രയാണ്? പ്ലൂട്ടോണിയം 94 ആണ് അല്ലേ? അപ്പൊ ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. നെപ്റ്റ്യൂണിയം കഴിഞ്ഞ് പ്ലൂട്ടോണിയം ആയി മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ. ഇവിടെ ഏത് എമിറ്റ് ചെയ്താലാണ് സംഭവിക്കുക? ആൽഫ പാർട്ടികൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NP93 എന്നുള്ളത് 91 ആയിട്ടാണ് മാറുക അല്ലേ? അപ്പം 91 എന്താ പ്ലൂട്ടോണിയം ആണോ? അല്ല. അപ്പൊ ആൽഫ പാർട്ടികൾ എന്തായാലും അല്ല. അടുത്തത് ബീറ്റ പാർട്ടികൾ ആണെങ്കിലോ? നോക്കൂ, ബീറ്റ പാർട്ടികൾ ആണെങ്കിൽ നമുക്കറിയാം ബീറ്റ പാർട്ടികൾ എമിറ്റ് ചെയ്യുമ്പോൾ ആറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് 93 എന്നുള്ളത് 94 ആവും. അപ്പൊ ആൻസർ വരുന്നത് ബീറ്റ പാർട്ടികൾ എമിറ്റ് ചെയ്താലാണ് NP93 പ്ലൂട്ടോണിയം 94 ആയിട്ട് മാറുന്നത്. ഇനി ഗാമ പാർട്ടികൾ ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടാവോ? അത് NP എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉള്ളത് NP നോർമൽ സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ ഗാമ പാർട്ടികൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല. ദെൻ അപ്പൊ അതുമല്ല. അത് പോസിട്രോൺ ആണ് എമിറ്റ് ചെയ്തെങ്കിലോ? പോസിട്രോൺ ആണ് എമിറ്റ് ചെയ്തതെങ്കിൽ നമുക്കറിയാം പോസിട്രോൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Z ഒന്ന് കുറയാണ് ചെയ്യുക. അതായത് 93 എന്നുള്ളത് എന്തായിട്ട് മാറും? അത് 92 ആയിട്ട് മാറും. അതായത് യുറേനിയം ആയിട്ട് മാറും. ഇവിടെ ആൻസർ എന്താണ്? നെപ്റ്റ്യൂണിയം പ്ലൂട്ടോണിയം ആയിട്ട് മാറുന്നെങ്കിൽ അവിടെ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോഴാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് നോക്കൂ. റേഡിയോ ഹൈഡ്രജൻ റേഡിയോ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഈസ്. ഹൈഡ്രജന്റെ റേഡിയോ ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജൻ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. നല്ല സിമ്പിൾ ചോദ്യമായിരുന്നു. ഏതാണ്? ട്രീഷ്യം ആണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് 1H3. ഇതാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. സിമ്പിൾ ചോദ്യം. അടുത്ത് നോക്കൂ. ദ എനർജി പ്രൊഡക്ഷൻ ഇൻ ദ സൺ ആൻഡ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു. റിപ്പീറ്റ് ചെയ്ത ചോദ്യം വന്നു. സണ്ണിലും അതുപോലെ സ്റ്റാർസിലും എനർജി പ്രൊഡക്ഷൻ എന്ത് മൂലമാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് അതിന്റെ ആൻസർ. ന്യൂക്ലിയർ ഫിഷൻ എവിടെ നടക്കുന്നതാണ്? നമ്മളെ ഈ ന്യൂക്ലിയർ റിയാക്ടർ ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ആറ്റം ബോംബിലൊക്കെ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ്. അടുത്തത് റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ. റേഡിയോ ആക്ടിവിറ്റി ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? റൂദർഫോർഡ് ആണോ, മുള്ളിഗൻ, JJ തോംസൺ, ഹെൻറി ബെക്കറൽ? ഇതിൽ പറയൂ, റേഡിയോ ആക്ടിവിറ്റി ആരാണ് കണ്ടുപിടിച്ചത്? നമുക്കറിയാം ഹെൻറി ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അതിന്റെ റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റ് നമ്മൾ എന്ത് ബെക്കറൽ പറയാൻ കാരണം എന്താണ്? ഈ ഒരു പേരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ടാണ് ബെക്കറൽ എന്നുള്ള യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ റൂദർഫോർഡിനെ നിങ്ങൾക്ക് അറിയാലോ. റൂദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചു. JJ തോംസൺ ആണെങ്കിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ഓക്കെ. നെക്സ്റ്റ്, ഇതിന് ആൻസർ എന്ത് വരും? ഇൻ റേഡിയോ ആക്ടിവിറ്റി ദ റേഡിയേഷൻ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ ന്യൂക്ലിയസ് ഈസ്. അതായത് റേഡിയോ ആയിട്ട് സംഭവിക്കുമ്പോൾ
ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്. അതായത് ഈ അതിലെ ന്യൂക്ലിയസിനുള്ളിലെ പാർട്ടിക്കിൾസിന് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഏത് ഡീക്കെ സംഭവിക്കുന്ന സമയത്താണ്? ആൽഫ ഡീക്കയിലാണോ, ബീറ്റ ഡീക്കെ ആണോ, അതോ ഗാമയാണോ, ഇൻഫ്ര ആണോ? അത് നമുക്ക് ഒരു കാര്യം അറിയുന്നതാണ്. ഇവിടെ ബീറ്റ ഡീക്കയിൽ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ബീറ്റ ഡീക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ന്യൂട്രോണ് പ്രോട്ടോൺ ആയിട്ട് മാറാം, അല്ലെങ്കിൽ പ്രോട്ടോണ് ന്യൂട്രോൺ ആയിട്ട് മാറാം. അപ്പൊ ഇവിടെ എന്ത് ബീറ്റ ഡീക്കയിലാണ് ശരിക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ന്യൂട്രോൺ മേ ബി പ്രോട്ടോൺ ആയിട്ട് മാറാം, അല്ലെങ്കിൽ പ്രോട്ടോൺ ഒരു ന്യൂട്രോൺ ആയിട്ട് മാറാം. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പൊ ഓക്സിജൻ 814, ഓക്കെ, ഇത് ബീറ്റ പ്ലസ് ഡി കെ ആണ് നടത്തി കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് ഡി കെ സംഭവിക്കുമ്പോൾ എന്തായിട്ട് മാറും? ബീറ്റ പ്ലസ് ഡി കെ ആവുമ്പോൾ ഇവിടെ നൈട്രജൻ ആയിട്ട് മാറും, നൈട്രജൻ 714 ആയിട്ട് മാറും. ദെൻ ഒരു പോസിട്രോൺ എമിറ്റ് ചെയ്യും, പിന്നെ ഒരു ന്യൂട്രിനോ ഇലക്ട്രോൺ ന്യൂട്രിനോ എമിറ്റ് ചെയ്യും. ഇതാണല്ലോ റിയാക്ഷൻ. അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഈ ബീറ്റ പ്ലസ് ടി കെയില് 8 എന്നുള്ളത് അത് 7 ആയിട്ട് മാറി. അതായത് ഇവിടെ എന്താണ്? ബീറ്റ പ്ലസ് ഡി കെയില് പ്രോട്ടോൺ എന്തായിട്ട് മാറാണ്? ന്യൂട്രോൺ ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് മാറി. ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേറെ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പോ കാർബണിന്റെ ഐസോട്ടോപ്പ് എന്താ പറയാ C614, ഓക്കെ, കാർബണിന്റെ ഐസോട്ടോപ്പ് അത് ബീറ്റ മൈനസ് ഡി കെ നടത്തി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? നൈട്രജൻ, സ്റ്റേബിൾ ഐസോട്ടോപ്പ് നൈട്രജന്റെ ആയിട്ട് മാറും. ദെൻ അവർ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു, ബീറ്റ മൈനസ് ഡി കെ ആണല്ലോ. ദെൻ ആന്റി ഇലക്ട്രോൺ ന്യൂട്രിനോ അല്ലെ, ഒരു ആന്റി പാർട്ടിക്കിൾ കൂടി എമിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു ന്യൂട്രോണ് ബീറ്റ മൈനസ് ന്യൂട്രോൺ എന്തായിട്ട് മാറാണ്? പ്രോട്ടോൺ ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ 6 പ്രോട്ടോൺ ഉണ്ടായിരുന്നത് എന്തായിട്ട് മാറി? 7 പ്രോട്ടോൺ ആയിട്ട് മാറി. അതായത് സംഭവിച്ചിട്ടുള്ള എന്താ? ഇവിടെ ന്യൂട്രോണ് ഒരു പ്രോട്ടോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ന്യൂക്ലിയസിനുള്ളിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഏത് ഇതിലാണ്? ബീറ്റ റേസിന്റെ എമിഷൻ മൂലമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? ഡയറക്റ്റ് ചോദ്യം. ഏതാണ്? കമന്റ് ചെയ്യൂ. യെസ്, ശരിയാണ്. ആൽഫ കണാണ്, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ആണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. അപ്പൊ ആൽഫന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ദെൻ ബീറ്റൻ്റെത് ബീറ്റ മൈനസ് ആണെങ്കിൽ നെഗറ്റീവ്, ബീറ്റ പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ്. ദെൻ ന്യൂട്രോണ് ചാർജ് ഇല്ല. അടുത്ത വീണ്ടും റിപ്പീറ്റേഷൻ. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രതിഭാസമാണ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, റേഡിയോ ആക്ടിവിറ്റി, അയോണീകരണം. ഏതാണ്? ഓപ്ഷൻ ബി, ന്യൂക്ലിയർ ഫ്യൂഷൻ. നെക്സ്റ്റ്, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. കണ്ടോ, വീണ്ടും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കറൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹെൻറി ബെക്കറൽ. അടുത്തത് ചെയ്യാം. ആൽഫ, ബീറ്റ, ഗാമ കിരണങ്ങളുടെ അയണൈസിംഗ് പവർ തമ്മിലുള്ള ബന്ധം. അത് നമ്മൾ പഠിച്ചതാണ്. അയണൈസിംഗ് പവർ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ ആൽഫ പാർട്ടിക്കിൾ ആണ്, കാരണം അതിന്റെ ചാർജ് കൂടുതലല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആര്? ബീറ്റ, മോഡറേറ്റ് അയണൈസിംഗ് പവർ. ഇനി ഏറ്റവും കുറവ് അയണൈസിംഗ് പവർ ഉള്ളതാണ് ഗാമ. ഓക്കെ അല്ല, അപ്പൊ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ, ദെൻ ഗാമ. ഇതാണ് അയണൈസിംഗ് പവറിന്റെ ഓർഡർ. പിന്നെ അതേസമയം തിരിച്ച് നിങ്ങളോട് പെനിട്രേഷൻ പവർ ചോദിക്കുകയാണെങ്കിൽ ഗാമ റേക്കാണ് പെനിട്രേഷൻ പവർ കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ബീറ്റ. ഏറ്റവും കുറവ് പെനിട്രേഷൻ പവർ ഉള്ളതായിരിക്കാം അത് ആൽഫ പാർട്ടിക്കിളിനാണ്. ഇനി സ്പീഡ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഗാമ ആണ് ഏറ്റവും സ്പീഡ് ഉള്ളത്. അത് ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ്, സിന്റെ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക അല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണല്ലോ. പിന്നെ ബീറ്റ, അത് ഏകദേശം നിയറസ്റ്റ് വാല്യൂ ആണ് വരിക സിന്റെ. അത് കഴിഞ്ഞാൽ എന്ത് 1/10 സി ആണ് ആൽഫ പാർട്ടിക്കിളിന്റെ സ്പീഡ് വരുന്നത്. അപ്പൊ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത നോക്കൂ,
ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉണ്ടാകുന്ന ഫിഷനബിൾ ന്യൂക്ലിയസ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉണ്ടാകുന്ന ഫിഷനബിൾ ന്യൂക്ലിയസ് ഏതാണ് ചോദ്യം? ഏതാണ് വരിക? യുറേനിയം 238 ആണോ, അതോ യുറേനിയം 239, അതോ പ്ലൂട്ടോണിയം 239? ഏതാണ് വരിക? യെസ്, പ്ലൂട്ടോണിയം 239 ആണ്. ഓർത്ത് വെക്കുക, Pu-239 ആണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലെ ഫിഷനബിൾ ന്യൂക്ലിയസ്, പ്ലൂട്ടോണിയം 239. അടുത്തത്, ഗാമ കിരണത്തിന്റെ ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? നമുക്കറിയാം ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ലെപ്റ്റോൺ മെമ്പേഴ്സിനാണ് എന്ത് ലെപ്റ്റോൺ നമ്പറിന്റെ വാല്യൂ L1 വരിക. ഇനി L-1 വരുന്നത് എന്താണ്? പോസിട്രോൺ അല്ലെങ്കിൽ ആന്റി ലെപ്റ്റോൺസ് അല്ലെ, അതിന്റെ ലെപ്റ്റോൺസിന്റെ ആന്റി പാർട്ടിക്കിൾസിനാണ് -1 വരിക. ബാക്കി ലെപ്റ്റോൺ ഫാമിലി പെടാത്ത ബാക്കി എല്ലാ ആളുകൾക്കും എന്താണ് ലെപ്റ്റോൺ നമ്പർ 0 ആണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? ഇവിടെ ഗാമ കിരണം, ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗാമ ലെപ്റ്റോൺ ആണോ? അല്ല, ഗാമ ഒരു ബോസോൺ ആണ് അല്ലേ. അപ്പൊ ഗാമ ബോസോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് അതിന്റെ ലെപ്റ്റോൺ നമ്പർ L0 ആണ്. അപ്പൊ 1 ഉള്ള ആളുകളെ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കൂ. ലെപ്റ്റോൺസ്, ഇലക്ട്രോൺ, ബോൺ, ടോൺ അല്ലെങ്കിൽ ടോ, പിന്നെ ഇതിന്റെ ന്യൂട്രിനോസ്, അതായത് ഇലക്ട്രോ ന്യൂട്രിനോ, മിയോൺ ന്യൂട്രിനോ, ദെൻ ടോ ന്യൂട്രിനോ. ഓക്കെ, ഇത്രയും ആളുകൾക്കാണ് ലെപ്റ്റോൺ നമ്പർ Lന്റെ വാല്യൂ 1 വരുന്നത് അല്ലേ. ഇതേപോലെ തന്നെ ബേരിയോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ എന്താ? ബേരിയോൺസ്, അതായത് നമ്മുടെ പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതൊക്കെ എന്താണ്? ബേരിയോൺസ് ആണ് അല്ലെ. അതുപോലെ ഹൈപ്രോൺസ്, ഇപ്പൊ സിഗ്മ ഹൈപ്രോൺ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബേരിയോൺസ് ആണ്. അപ്പൊ അതിനൊക്കെ ബേരിയോൺ നമ്പർ B1 ആയിരിക്കും വരിക. അതിന്റെ ആന്റി പാർട്ടികൾ, അതായത് ആന്റി പ്രോട്ടോൺ, ആന്റി ന്യൂട്രോൺ ഇതിനൊക്കെ ബിയുടെ വാല്യൂ -1 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതല്ലാത്ത ബാക്കി എല്ലാ ആളുകൾക്കും ബേരിയോൺ നമ്പർ എന്താ? 0 ആണ്. അപ്പൊ ഒരു റിയാക്ഷനിൽ ബേരിയോൺ നമ്പർ അതുപോലെ ലെപ്റ്റോൺ നമ്പർ ഒക്കെ എന്ത് തന്നെയാണ്? കൺസർവ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം ചെയ്യാം. ഇത് ഈ അടുത്ത് നടന്ന HSA ഫിസിക്കൽ സയൻസിന്റെ ചോദ്യം. ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന് 23 മിനിറ്റ് കൊണ്ട് 90% നാശം സംഭവിക്കുന്നു എങ്കിൽ ആ മൂലകത്തിന്റെ അർദ്ധായുസ് എത്രയാണ്? ശരിക്കും വായിച്ചു നോക്കൂ. ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യും? ഇത് നോക്കാം. നമുക്ക് ആദ്യം കറക്റ്റ് വായിച്ച് നോക്കാം. ഇവിടെ ടൈം തന്നിട്ടുള്ളത് എത്രയാണ്? T23 മിനിറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് T½ ആണ്. ഓക്കെ, അപ്പൊ T½ എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. ഇവിടെ നമുക്ക് ലാംഡ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ലാംഡ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നോക്കൂ, 23 മിനിറ്റ് കൊണ്ട് 90% നാശം സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മൂലത്തിന്റെ ഹാഫ് ലൈഫ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? N/N0, അതായത് 90% ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ ബാക്കി റിമൈനിങ് എത്ര ഉണ്ടാവുള്ളൂ? N/N0 10% അല്ലേ ഉണ്ടാവുള്ളൂ അല്ല. അല്ലെങ്കിൽ N/N0 നമുക്ക് എത്ര പറയാൻ പറ്റും? 0.1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ N/N0 കിട്ടി. അതായത് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, N = N0 e⁻ λt, അല്ലെങ്കിൽ N/N0 = e⁻ λt. ഇനി ഇതിൽ രണ്ട് സൈഡിലെ ലോഗ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് N/N0, അതായത് ലോഗ് 0.1 = -λt എന്നാണ് വരിക. ഇനി ഇതിൽ ലോഗ് 0.1ന്റെ വാല്യൂ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി എടുക്കുകയാണെങ്കിൽ -2.3 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്താൽ മതി. -2.3 വരും. -2.3 = -λ ഇൻറ്റു ടൈം എത്രയാണ്? 23 അല്ലേ. 23. എന്നിട്ട് ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് മൈനസ് കട്ട് ചെയ്തു. അതിൽ നിന്ന് ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? λ = 1/10 അല്ലെങ്കിൽ 0.1 ആണ് ഇവിടുത്തെ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ലാംഡ കിട്ടി. ലാംഡ കിട്ടി കഴിഞ്ഞാൽ ഇനി സിമ്പിൾ അല്ലേ. ഇനി T½ എങ്ങനെ കണ്ടുപിടിക്കാം? T½ = 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. ഇവിടെ ലാംഡ എത്രയാണ്? 0.1 ആണ്. അപ്പൊ 0.693 ഡിവൈഡ് ബൈ 0.1 എത്ര? 6.93. അപ്പൊ ആൻസർ വരുന്നത്
ഓപ്ഷൻ സി 6.93 ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓക്കെ അല്ലേ? ഇത് പക്ഷെ നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇക്വേഷൻ ഒന്നും അറിയാത്ത തന്നെ ലോജിക്ക് വെച്ചുകൊണ്ടും ഇത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ നോക്കൂ. അതായത് 23 മിനിറ്റ് കൊണ്ട് 90% ഡിസൻറ്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. 23 മിനിറ്റ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ ബാക്കി ഓപ്ഷൻ നോക്കൂ. ഇപ്പോ ഹാഫ് ലൈഫ് 0.0693 ആണെങ്കിൽ അത് ഈ 23 മിനിറ്റ് കൊണ്ടൊക്കെ 90% ഡീക്കേ ചെയ്യുക അല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ എന്തായാലും അല്ല, തെറ്റാണ്. ഇനി അഥവാ ഓപ്ഷൻ ബി നോക്കൂ. 0.693 വന്നാൽ അപ്പൊ 23 മിനിറ്റ് കൊണ്ട് അപ്പൊ 0.693 ആണ് നമ്മുടെ ഹാഫ് ലൈഫ് എങ്കിൽ ഈ 90% ഒക്കെ ഇങ്ങനെയാണ് സംഭവിക്കുക ആണോ? അല്ല. അതൊക്കെ എന്ത് ഈ 23 മിനിറ്റ് അല്ല അതിന് മുമ്പ് തന്നെ എന്തായിട്ട് പോകും 90% ഒക്കെ ഡീക്കേ ചെയ്ത് പോയിട്ടുണ്ടാവും. ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ ഡി നോക്കൂ. 69.3 അതെന്തായാലും റോങ് അല്ലേ? നിങ്ങൾ നോക്കുക 23 മിനിറ്റ് കൊണ്ട് 90% ഡീക്കേ ചെയ്തു അല്ലേ? അപ്പൊ ഹാഫ് ലൈഫ് എല്ലായ്പ്പോഴും എന്താണ് 23ന്റെ താഴെ വരുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ എന്താ 69 എന്നാ പറഞ്ഞത്. അപ്പൊ 69 എന്തായാലും വരുമോ? ഇല്ല. അപ്പൊ അതും അല്ല. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലോജിക്കിലൂടെ ആൻസർ എത്താം. ഓപ്ഷൻ സി ആണ് ഏറ്റവും കറക്റ്റ് ആൻസർ വേണ്ടത്. അപ്പൊ 6.93 അതിൽ നിന്ന് തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ ലോജിക്ക് വെച്ചാണ് ഇതിന്റെ അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഒക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ ഇതിലെ ആൻസർ റൈറ്റ് വഴിയും പറഞ്ഞു ലോജിക്കും പറഞ്ഞു. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അടുത്ത് നോക്കൂ. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. കാർബൺ 14, ഓക്സിജൻ 14 എന്നീ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഏതൊക്കെ റേഡിയേഷനുകൾ ഉത്സർജിച്ചാണ് സ്ഥിരത കൈവരിക്കുന്നത്? ഇവിടെ എന്താ കാർബണിന്റെയും അതുപോലെ ഓക്സിജന്റെ ഐസോട്ടോപ്പുകൾ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്തായാലും അൺസ്റ്റേബിൾ ആണല്ലോ. ഇത് എന്താ റേഡിയേഷൻ എമിറ്റ് ചെയ്ത് അത് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ കാർബൺ 14 എന്തായിട്ട് മാറുക? അത് നൈട്രജൻ ആയിട്ട് മാറും. നൈട്രജനാണ് പിന്നെ തൊട്ടടുത്തുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പൊ നൈട്രജൻ 14 ആയിട്ട് മാറണം. അപ്പൊ ഇവിടെ ഏത് റേഡിയേഷൻ നടക്കുക? കാർബൺ 14 നൈട്രജൻ ആയി മാറും. കാർബൺ 6 അല്ലേ? അത് നൈട്രജൻ 7 ആയി മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഡീക്കേ നടക്കണം? ബീറ്റ ഡീക്കേ തന്നെ. അത് ഏതാണ്? ബീറ്റ മൈനസ് ഡീക്കേ നടന്നാലാണ് ആറ്റമിക് നമ്പർ 1 കൂടുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും നടക്കുന്ന റിയാക്ഷൻ എന്താ? ഇങ്ങനെയാണ് വരിക. പിന്നെ ഒരു ഇലക്ട്രോൺ ദെൻ ന്യൂട്രിനോ. ഇതാണ് റിയാക്ഷൻ വരുന്നത്. അപ്പൊ ഇവിടെ കാർബൺ 14 ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയി മാറുക ഏത് സമയത്താണ്? ബീറ്റ മൈനസ് ഡീക്കേയിലാണ് അത് സംഭവിക്കുന്നത്. ഇനി നോക്കൂ ഓക്സിജൻ 14 ആണെങ്കിലോ? ഓക്സിജൻ 14 ആണെങ്കിൽ ഓക്സിജന്റേത് 8 ആണ്. അത് നൈട്രജൻ ആയിട്ട് മാറണം. നൈട്രജൻ 714 ആയ സ്റ്റേബിൾ ആയിട്ട് മാറണം. അത് ഇവിടെ 8 എന്നുള്ളത് 1 കുറഞ്ഞ ആണ് 7 മാറിയത്. അപ്പം ഇവിടെ ഏതാണ്? ബീറ്റ പ്ലസ് ഡീക്കെ അല്ലെങ്കിൽ പോസിട്രോൺ ഡീക്കെ എമിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റിയാക്ഷൻ എഴുതുമ്പോൾ N7 ദെൻ പോസിട്രോൺ പിന്നെ ന്യൂട്രിനോ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതില് എന്താ പറയാ ഇത് എക്സാമിന് പേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇത് ഓർത്ത് വെക്കുക. ഓക്സിജൻ 14 നൈട്രജൻ 14 മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ബീറ്റ പ്ലസ് ഡീക്കെ ആണ് വരിക. ദെൻ മറ്റേതിലാണ് കാർബൺ 14 നൈട്രജൻ 14 ആയി മാറുന്ന സ്റ്റേബിൾ ആയി മാറുന്നുണ്ടെങ്കിൽ അവിടെ ബീറ്റ മൈനസ് ഡീക്കെ ആണ് ഇവിടെ ഓർത്ത് വെക്കുക. അത് ഇവിടെ കറക്റ്റ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കണം മേ ബി ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയത്. ഓക്കെ. അടുത്ത് നോക്കൂ. ഈ അടുത്ത് നടന്ന എക്സാം ചോദിച്ചതാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികൾ കൊണ്ടാണ്. -1/3 ചാർജ് ഉള്ളതും ആണ്. എങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കോർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ഏത്? ഇത് ആകെ എന്താ പറയാ വലിച്ചു വാരി ചോദിച്ചതാണ്. അത്രയും നമുക്കറിയുന്ന കാര്യമാണ്. എന്താണ് ഒരു കോർക്കുകൾ അതായത് പ്രോട്ടോണും ന്യൂട്രോണൊക്കെ എന്താണ് കോർക്കുകൾ കൊണ്ട് ആണല്ലോ. അപ്പൊ പ്രോട്ടോണിലാണെങ്കിൽ 3 കോർക്കുകൾ ഏതാ? 2 അപ്പ് കോർക്കും 1 ഡൗൺ കോർക്ക്. 2 ഡൗൺ കോർക്കും 1. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരിക? തന്നിരിക്കുന്നതിൽ പ്രോട്ടോൺ 2 അപ്പ് കോർക്കും
ഒരു ഡൗൺ കോർക്ക്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ദെൻ ന്യൂട്രോൺ ഒരു അപ്പ് കോർക്ക്, രണ്ട് ഡൗൺ കോർക്ക്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ ചാർജ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അതായത് അപ്പ് കോർക്കിന്റെ ചാർജ് +2/3 ആണ്. ദെൻ ഡൗൺ കോർക്കിന്റെ ചാർജ് -1/3 E ആണ് വരിക. ഫ്രാക്ഷണൽ ചാർജുകളാണല്ലോ കോർക്കിൻ്റെത്. അപ്പൊ ഇത് ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ ഇത്രയൊക്കെയാണ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മളിനി കുറച്ച് നീറ്റ് എക്സാമിന് വന്ന ചോദ്യം കൂടെ വർക്കൗട്ട് ചെയ്യാം. ഇൻ ദ ന്യൂക്ലിയർ എമിഷൻ സ്റ്റേറ്റഡ് എബോ ദ മാസ് നമ്പർ ആൻഡ് ആറ്റമിക് നമ്പർ ഓഫ് ദ പ്രൊഡക്റ്റ് Q റെസ്പെക്റ്റീവ്ലി ആർ. അതായത് ഇവിടെ എക്സ് എന്നുള്ളത് YZ PQ അങ്ങനെ Q ആയി മാറി. അപ്പൊ ഈ Q ആയി മാറുമ്പോൾ ഇതിന്റെ മാസ് നമ്പറും ആറ്റമിക് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഇനീഷ്യലി 82 ആറ്റമിക് നമ്പർ ഉണ്ടായിരുന്നത്. അത് ആൽഫ ഡിക്ക് സംഭവിച്ചു. അപ്പൊ ആൽഫ ഡിക്ക് സംഭവിച്ചാൽ Y എന്തായിട്ട് മാറും? Y 80 മാറും. ഓക്കെ, നമ്മളിപ്പോ ആറ്റമിക് നമ്പറാണ് ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്? ഈ പ്ലസ് ആണ്. ഈ പ്ലസ് ആവട്ടെ, ഈ ബീറ്റ മൈനസ്, ഈ മൈനസ്, ഇതൊക്കെ സംഭവിച്ചാല് എന്തൊക്കെ സംഭവിക്കുക? ഈ പ്ലസ് ആണെങ്കിൽ അവിടെ എന്താണ്? ആറ്റമിക് നമ്പർ 1 കുറയാണ് ചെയ്യുക, അല്ലേ? ഈ പ്ലസ്സില്. അപ്പം 79. ദെൻ അടുത്ത് നോക്കൂ, Z ബീറ്റ മൈനസ്. അപ്പൊ എന്ത് സംഭവിക്കും? ചെയ്ത് നോക്കൂ. ബീറ്റ മൈനസ് ആണെങ്കിൽ അവിടെ 1 കൂടും, അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരിക? 79 ആൻസർ വരിക. ഓക്കെ, ഇനി മാസ് നമ്പർ നോക്കൂ. മാസ് നമ്പർ നോക്കാം. മാസ് നമ്പർ ആദ്യം ആൽഫ ആണല്ലോ. ആൽഫ പാർട്ടിക്കിൾ ആകുമ്പോൾ 4 കുറയും. അപ്പൊ 290 നിന്ന് 4 കുറഞ്ഞാൽ 286 വരിക. ബാക്കി ഡി കെയിലൊക്കെ എന്താ? ബീറ്റ മൈനസ്, ഇ മൈനസ്, ഇതിലൊക്കെ സംഭവിക്കുക എന്താ? പ്രത്യേകിച്ച് മാറ്റം വരുമോ? ഇല്ല. അപ്പൊ 286 മാസ് നമ്പർ വരുന്നത്. അപ്പൊ 286 മാസ് നമ്പറും ആറ്റമിക് നമ്പർ 79 വരുന്നത് ആരേ ഉള്ളൂ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഇവിടെ ഇത് പ്ലസ് ആണ്, ഈ പ്ലസ് ആണ് കേട്ടോ. എന്തായാലും ഇവിടെ നോക്കൂ, ഇവിടെ ഈ പ്ലസ് അല്ലെങ്കിൽ ബീറ്റ മൈനസ്, ബീറ്റ പ്ലസ് എന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ 79 വന്നിട്ടുള്ളത്. അതായത് എന്താ? 2 ബീറ്റ പ്ലസ് വന്നു. 2 ബീറ്റ പ്ലസ് വന്നാൽ 2 കുറയാണ് ചെയ്യുക, അല്ലേ? 2 കുറയും. ദെൻ ഒരു ബീറ്റ മൈനസ് വന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? 1 കൂടുകയാണ് ചെയ്യുക. അപ്പൊ 2 കുറഞ്ഞു, 1 കൂടി. അപ്പൊ ടോട്ടൽ അവിടെ -1 ഇൻ എഫക്റ്റ് വരിക. പിന്നെ ഇവിടെ സംഭവിക്കുമ്പം 82 2 കുറഞ്ഞു. അപ്പൊ എത്രയായിട്ട് മാറും? അത് 80 മാറും. പിന്നെ ഇതിന്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? -1 വരും. അപ്പം 79 ഇവിടെ ആറ്റമിക് നമ്പർ വരുന്നത്. അടുത്ത് നോക്കൂ, ദ റേഷ്യോ ഓഫ് ന്യൂക്ലിയർ ഡെൻസിറ്റീസ് ആൻഡ് ന്യൂക്ലിയർ വോളിയംസ് ഓഫ് അയൺ ആൻഡ് ഹീലിയം ആർ റെസ്പെക്റ്റീവ്ലി. സിമ്പിൾ ചോദ്യമാണ്. പറയൂ, ഏതാണ് ഒരു ആൻസർ? നമുക്കറിയുന്ന കാര്യമാണ്. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി അത് കോൺസ്റ്റന്റ് ആണ്, അല്ല? അത് ഏത് ന്യൂക്ലിയസ് ആണെങ്കിലും ന്യൂക്ലിയർ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ അയണും ഹീലിയത്തിന്റെ ഡെൻസിറ്റി എന്താണ് വരിക? അത് സെയിം തന്നെയല്ലേ? അപ്പൊ റേഷ്യോ എടുക്കുമ്പം 1:1 തന്നെയാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി വരിക. അത് എന്തായാലും 1:1 വരുന്ന 2 ഓപ്ഷന് സിയും ഡി ആണ്. അപ്പൊ എയും ബിയും ക്യാൻസൽ ചെയ്യാം. അടുത്ത് നോക്കൂ, നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയത്തിന്റെ റേഷ്യോ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ ആണ്, അല്ലേ? അത് റേഷ്യോ ഏതാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അയണിന്റെ മാസ് നമ്പർ ഡിവൈഡഡ് ബൈ
മാസ് നമ്പർ ഓഫ് ഹീലിയം. ഇത് ചെയ്ത് നോക്കൂ. അയണിന്റെ മാസ് നമ്പർ എത്രയാണ്? 56 തന്നിട്ടുണ്ട്. ദെൻ ഹീലിയത്തിന്റെ 4 ആണ്. അപ്പൊ 56/4 എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ വരിക 56/4 14 ആൻസർ വരുന്നത് അല്ലേ? അപ്പോ നമുക്ക് ആ റേഷ്യോ, വോളിയത്തിന്റെ റേഷ്യോ എത്ര വരും? 14:1. ദെൻ ഡെൻസിറ്റിന്റെ റേഷ്യോ 1:1. ഇത് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. സംഗതി ഓക്കെ അല്ലേ? കാരണം നമ്മൾ ഇത് കിട്ടിയത് നമുക്ക് റേഡിയസിന്റെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. R=R0a⁻1/3 ആണ്, അല്ലെങ്കിൽ റേഡിയസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a⁻1/3 ആണ് പ്രൊപ്പോർഷണൽ. അതിൽ നിന്നാണ് വോളിയം എന്ന് പറയുമ്പോൾ 4/3πr³ അല്ലേ വരിക? 4/3πr³ ആണ്. അപ്പൊ 4/3πr³ സ്ഥാനത്ത് R0a⁻1/3 അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് വോളിയം ഈ a⁻1/3 പറഞ്ഞാൽ a തന്നെയാണല്ലോ. അതിൽ നിന്ന് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്, അതുകൊണ്ടാണ് അതിൽ നിന്ന് v is directly proportional to a എന്ന റിലേഷൻ കിട്ടിയത്. അടുത്തത് നോക്കൂ. An excited heavy nucleus emit radiation in the following sequence, where Z and A are the atomic and mass number of element. Then the possible emitted particle or radiation in the sequence respectively are. ഇവിടെ എമിറ്റ് ചെയ്ത ഓരോ റേഡിയേഷൻ ഏതൊക്കെയാണ് ചോദ്യം നോക്കാം. ഫസ്റ്റ് ആ എക്സ് ഇസഡ് എന്നുള്ളത് എന്തായാലും മാറി, Z-2 ആയിട്ട് മാറി. അപ്പൊ Z-2 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം, പിന്നെ Z-2 ആയി, Z2 കുറഞ്ഞു, A4 കുറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ ആൽഫ പാർട്ടിക്കിൾ ആണ്. അടുത്ത് നോക്കൂ, D1 സംബന്ധിച്ചാണെങ്കിൽ Z-2 എന്നുള്ളത് അടുത്തതിലേക്ക് എത്തിയപ്പോൾ എത്ര? Z-1 ആയി അല്ല, അപ്പൊ ഒന്ന് കൂടി. ദെൻ A-4 പ്രത്യേകിച്ച് മാറ്റില്ല. അപ്പൊ എന്തായാലും അവിടെ എന്താണ് ആൽഫ അല്ല, അവിടെ ബീറ്റയാണ് നടക്കുക. ബീറ്റയിൽ ഏതാണ്? Z-2 എന്നുള്ളത് Z-1 ആകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒന്ന് കൂടിയേക്കാണ്. ഒന്ന് കൂടി മീൻസ് അതെന്താ ബീറ്റ പ്ലസ് DK ആണ് ഇവിടെ നടക്കുന്നത്. അടുത്ത് നോക്കൂ, Z-1 എന്നുള്ളത് Z-3 ആയിട്ട് മാറി, 2 കുറഞ്ഞു. A-4 എന്നുള്ളത് A-8 ആയി, 4 കുറഞ്ഞു. അപ്പൊ എന്താ അവിടെ ആൽഫ പാർട്ടിക്കിൾ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ, Z-3 എന്നുള്ളത് Z-4 ആയി, അത് ഒന്നും കൂടെ ഒന്ന് കുറഞ്ഞു. ഒന്ന് കുറയണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ബീറ്റ പ്ലസ് ആണോ ബീറ്റ മൈനസ് ആണോ? പറയൂ. നേരത്തെ പറഞ്ഞതിൽ ചെറിയ മാറിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കുറഞ്ഞ് ബീറ്റ മൈനസ് DK ആണ് കേട്ടോ. ബീറ്റ മൈനസ് ആണ് ഇവിടെ. അപ്പൊ ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ പ്ലസ് ഗാമ. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഏതേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ കൂളൻ ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ബിക്കോസ് ഓഫ് ഇറ്റ്സ്. അതായത് വാട്ടർ ഡയറക്റ്റ് അതിന്റെ റീസൺ എന്താ? ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് വാട്ടറിനെ കൂളന്റ് ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
അടുത്ത ചെയ്യാം. ഇതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. എന്താ പറയുന്നത്? സ്ലോ ന്യൂട്രോൺസ് ക്യാൻ കോസ് ഫിഷൻ ഇൻ യുറേനിയം 235 മോർ എഫക്റ്റീവ്ലി ദാൻ ഫാസ്റ്റ് ന്യൂട്രോൺസ്. അത് ശരിയാണോ? അല്ലെങ്കിൽ സ്ലോ ന്യൂട്രോൺ അല്ലെങ്കിൽ തെർമൽ ന്യൂട്രോൺസിന് കൂടുതൽ ഫിഷൻ ഉണ്ടാക്കാൻ പറ്റും ഫാസ്റ്റ് ന്യൂട്രോണിനേക്കാൾ. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ശരിയാണ്. ബി എന്താ പറയുന്നത്? ആൽഫ റേസ് ആർ ഹീലിയം ന്യൂക്ലി. അത് ശരിയല്ലേ? ശരിയാണ്. സി ബീറ്റ റേസ് ആർ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ഓർ പോസിട്രോൺസ്. അതും കറക്റ്റ് അല്ലേ? ബീറ്റ റേസ് ഇലക്ട്രോൺസ്, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിട്രോൺ ആണ്. ഡി നോക്കൂ. ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് ലാർജർ ദാൻ എക്സ് റേസ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് അല്ലേ? ഗാമ റേസിന്റെ വേവ് ലെങ്ത് എക്സ്റേനേക്കാൾ കൂടുതലാണോ? അല്ല, എക്സ്റേനേക്കാൾ കുറവാണ് വേവ് ലെങ്ത്. കാരണം ഫ്രീക്വൻസിയാണ്, ഗാമ റേസിന്റെ ഫ്രീക്വൻസിയാണ് കൂടുതൽ എക്സ്റേനേക്കാൾ, വേവ് ലെങ്ത് കുറവാണ്. അപ്പോ കറക്റ്റ് ആൻസർ എ, ബി ആൻഡ് സി ആണ് വരിക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത് നോക്കൂ. The half-life of a radioactive substance is 20 minutes. In how much time the activity of substance drops to 1/16th of its initial value? അപ്പൊ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 20 മിനിറ്റ് ആണ് ഹാഫ് ലൈഫ്. അപ്പൊ എത്ര ടൈം കഴിഞ്ഞാലാണ് അതിന്റെ ആക്ടിവിറ്റി 1/16th ആയിട്ട് കുറയുന്നത്? അപ്പൊ അത് നോക്കാം. നമുക്കറിയാം ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പം എന്തായിട്ട് മാറും? 1/2 ഹാഫ് ആയിട്ടാണ് പറയുക, 1/2 ആയി മാറും. ഇനി രണ്ട് ഹാഫ് ലൈഫ് ആണെങ്കിലോ? രണ്ട് ഹാഫ് ലൈഫ് ആണെങ്കിൽ 1/4 ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുക. ദെൻ അടുത്തത് 1/8, ദെൻ 1/16. അതായത് 4 ഹാഫ് ലൈഫ് കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? 1/16th ആയിട്ട് ആക്ടിവിറ്റി മാറുള്ളൂ അല്ലേ? അതായത് A/A0 പറഞ്ഞാൽ 1/2n എന്നുള്ള നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്. അപ്പൊ ഇവിടെ A/A0 1/16 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? 1/2 ആയാലല്ലേ വരുള്ളൂ അല്ലേ? അത് 4 ഹാഫ് ലൈഫ് വരണം. 4 ഹാഫ് ലൈഫ് വന്നുണ്ടെങ്കിൽ ഇവിടെ ഹാഫ് ലൈഫ് എത്ര? 20 മിനിറ്റ്സ് ആണ്. അപ്പൊ 4 ഹാഫ് ലൈഫ് കഴിയുക മീൻസ് 80 മിനിറ്റ് കഴിഞ്ഞാലാണ് 1/16th ആവുക. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ആ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. A=A0/2n അല്ലെങ്കിൽ A/A0 പറഞ്ഞാൽ 1/2n ആണ്. ദെൻ അത് 1/16th തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n=4 കിട്ടും. n4 അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കാലോ. n എന്ന് പറഞ്ഞാൽ ടൈം ഡിവൈഡഡ് ബൈ t ഹാഫ് ആണല്ലോ അല്ലേ? ഇനി അതിൽ നിന്ന് നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് t ഹാഫ് തന്നിട്ടുണ്ട് 20 ആണ്. അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 80 മിനിറ്റ്സ് കിട്ടും. അടുത്ത നോക്കൂ. ഇൻ ദ ഗിവൺ ന്യൂക്ലിയർ റിയാക്ഷൻ ദ എലമെന്റ് എക്സ് ഈസ്. ഇതിൽ എക്സ് ഏതാണ് ചോദ്യം. ഇവിടെ എന്താണ്? സോഡിയം എന്തായിട്ട് മാറി? ഒരു പോസിട്രോൺ ആണ് എമിറ്റ് ചെയ്യുന്നത്. പോസിട്രോൺ എമിറ്റ് ചെയ്തു മീൻസ് എന്താണ്? ബീറ്റ പ്ലസ് ഡി കെ ആണ് സംഭവിക്കുന്നത്. ബീറ്റ പ്ലസ് ഡി കെയിൽ എന്താണ്? ഇസഡ് ഒന്നായിട്ട് കുറയാണ് ചെയ്യുക അല്ലേ? ഇസഡ് ഒന്നായിട്ട് കുറഞ്ഞു. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ Na11 ഉള്ളത് എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. 10 ഉള്ളത് ആരാണ്? അത് നിയോൺ ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എക്സ് ഏത് വരും? നിയോൺ ആണ് വരിക. അപ്പൊ നിയോൺ 10 വരും. ഇനി നിയോണ് അവിടെ 22 ആണോ 23 ആണോ എന്നുള്ള ചോദ്യം. അപ്പൊ ഇതും രണ്ടും അല്ല. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അറിയാലോ ബീറ്റ ഡി കെ, ബീറ്റ പ്ലസ് ആവട്ടെ ബീറ്റ മൈനസ് ആവട്ടെ, അത് ഡി കെ ചെയ്യുമ്പോൾ മാസ് നമ്പർ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ വരിക Ne1022. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 breaks into fragments each of mass number 120. The binding energy per nucleon of unfragmented nuclei is 7.6 MeV, while that of fragments is 8.5 MeV. The total gain in the binding energy in the process is. അതായത് ഇവിടെ ഒരു ന്യൂക്ലിയ എന്താണ്? സ്പ്ലിറ്റ് ചെയ്തേക്കാണ്
ഓക്കെ. ഒരു എക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വൈ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 2 വൈ ആയിട്ട് മാറി. രണ്ടിന്റെയും ഇതിന്റെ മാസ് നമ്പർ 240 ആണ്. ഇതിന്റെ രണ്ടാളത് 120 ആണ്. അപ്പോ ഫസ്റ്റത്തെ ആളത് എത്രയാണ്? ഇതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.6 MeV ആയിരുന്നു. ഇവരുടേത് 8.5 MeV ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബൈൻഡിങ് എനർജിയുടെ ആ ഒരു ഗെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ ഓരോ കേസിലെയും ബൈൻഡിങ് എനർജി ആദ്യം ഇതിന്റെ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുക, മൈനസ് ഇനീഷ്യലി കണ്ടുപിടിക്കുക. അപ്പൊ ആ ഡിഫറൻസ് കണ്ടാൽ അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, എക്സ് ഇങ്ങനെ എന്ത് വൈ, 2 വൈയും ഇസഡ് ആയിട്ട് മാറി. അപ്പൊ രണ്ടിന്റെ മാസ് നമ്പർ 120 ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗെയിൻ എത്ര കിട്ടാം? അത് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് ആണ്. അവിടെ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ എന്താ, വൈയും ഇസഡ് രണ്ടിന്റെയും മാസ് നമ്പർ 120, ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായി കണ്ടുപിടിച്ചൂടെ? 120 ഇൻറ്റു 8.5 ചെയ്താൽ മതി. രണ്ടാളുണ്ടല്ലോ, അപ്പൊ ഇൻറ്റു 2 ചെയ്താല് നമുക്ക് എന്ത് പ്രോഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി കിട്ടും. ഇനി റിയാക്ടിന്റെ എങ്ങനെ കിട്ടാം? റിയാക്ടിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 7.6 ആണ്. അപ്പൊ 7.6 ഇൻറ്റു മാസ് നമ്പർ ചെയ്താൽ മതി, 240 ചെയ്താൽ മതി. അപ്പോൾ അത്ര MeV കിട്ടും. ഇത് ചെയ്യുമ്പോൾ ആൻസർ വരിക 216 MeV. നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത്, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് അണ്ടർഗോ സ്പോണ്ടേനിയസ് ഡീകേ ഇൻ ദ സീക്വൻസ് വേർ Z is the atomic number of element X. Thus possible decay particle in the sequence are. അപ്പൊ ഇവിടെ എന്താണ് എക്സ് എന്നുള്ളത് ബി ആയിട്ട് മാറിയത്? ഇസഡ് 1 ആയിട്ട് കുറഞ്ഞിട്ടാണ്. ഇസഡ് 1 ആയിട്ട് കുറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പറയൂ? അവിടെ ബീറ്റ പ്ലസ് ആണ് അല്ലെ? ബീറ്റ പ്ലസ് ഡി കെ ആണ്. അടുത്തത് Z-1 എന്നുള്ളത് Z-3 ആയിട്ട് മാറി, 2 ആയിട്ട് കുറഞ്ഞു. 2 ആയിട്ട് കുറയണമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ എന്താ ആൽഫ ഡി കെ ആണ് അല്ലെ? ഇനി Z-3 എന്നുള്ളത് Z-2 ആയിട്ട് മാറി. Z-2 പറഞ്ഞാൽ അവിടെ 1 ഇൻക്രീസ് ചെയ്തൊക്കെയാണ് അല്ലെ? ഇസഡ് 1 ഇൻക്രീസ് ചെയ്തു. അതിനർത്ഥം അവിടെ ബീറ്റ മൈനസ് ഡി കെ ആണ്. അപ്പൊ ഇത് മൂന്നും വരുന്ന ഒരു ഓപ്ഷനേ ഉള്ള ഏത്? ഓപ്ഷൻ എ. അടുത്തത്, the half-life of a radioactive nuclear is 100 hours. The fraction of original activity that will remain after 150 hours would be. അപ്പൊ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ടി ഹാഫ് നമുക്ക് എത്ര 100 hours തന്നിട്ടുണ്ട്. ടൈമും തന്നിട്ടുണ്ട് 150. നമുക്ക് വേണ്ടത് എത്ര എന്താണ്? ആ ഫ്രാക്ഷൻ ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി, അതായത് A/A0 ആണ് കണ്ടുപിടിക്കേണ്ടത്. A/A0 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എങ്ങനെ A/A0 പറഞ്ഞാൽ അതെന്താ? 1/2n അല്ല, n പറഞ്ഞാൽ എന്താ? T/T½ ആണ്. T/T½ ആണ്. അപ്പൊ 1/2 ഇൻറ്റു T എത്രയാണ്? 150 ആണ്. ദെൻ T½ 100 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ 1/2^3/2 എന്ന് വരും അല്ലെ? 1/2^3/2 എന്താ? എത്രയാണ് വാല്യൂ? അതായത് 1/8ന്റെ റൂട്ട് വരും. 1/√8 വരും, അല്ലെങ്കിൽ 1/2√2. ഇതാണ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ദ എനർജി ഇക്വലന്റ് ഓഫ് 0.5 gram ഓഫ് എ സബ്സ്റ്റൻസ് ഈസ്. എനർജി ഇക്വലന്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഐൻസ്റ്റീന്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി, =mc² യൂസ് ചെയ്താൽ മതി. സോ ഇവിടെ എന്താണ്? നമുക്ക് മാസ് തന്നിട്ടുണ്ട് 0.5 gram. ഗ്രാമിനെ എന്താക്കി മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെയാണ് =Δ_mc². സോ 0.5 ഇൻറ്റു 10⁻³ കിലോഗ്രാമിലേക്ക് മാറ്റി. ഇൻറ്റു സി എത്രയാണ്? 3 ഇൻറ്റു 10⁸ അല്ലേ? അതിന്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ആൻസർ വരുന്നത് 4.5 ഇൻറ്റു 10⁻13 ജൂൾ ആണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, when a uranium isotope is bombarded with a neutron, it generates krypton 3 neutrons and. അതായത് യുറേനിയം നമ്മള് ഒരു ന്യൂട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ന്യൂക്ലിയർ ഫിഷൻ ആണ് സംഭവിക്കുക. അപ്പൊ യുറേനിയം നമ്മൾ പഠിച്ചിട്ടുള്ള യുറേനിയം 92 അതിലേക്ക് ഒരു ന്യൂട്രോൺ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും?
ക്രിപ്റ്റോൺ 36ഉം അതുപോലെ ബേരിയം 56 ആണല്ലോ വരിക അല്ലേ? ക്രിപ്റ്റോണും ബേരിയവും പിന്നെ 3 ന്യൂട്രോൺ പ്ലസ് എനർജി. ഇങ്ങനെയാണല്ലോ നമ്മുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നത് അല്ല. അപ്പൊ ഇതില് ബാക്കി റിമൈനിങ് എന്താണ്? ക്രിപ്റ്റോണും 3 ന്യൂട്രോണും പറഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ബാക്കി ബേരിയം 56 ആണ് ആൻസർ വരുന്നത് അല്ലേ? ഇനി ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ എന്താ യുറേനിയം 92 അല്ലേ? 92 അതെന്തായിട്ട് മാറി? അത് ക്രിപ്റ്റോണ് 36 ആയിട്ട് മാറി. ബാക്കി റിമൈനിങ് എത്ര കൂടെ വേണം? 36ഉം ബാക്കി 56 കൂടെ ഉണ്ടായാലല്ലേ അവിടെ ഇസഡ് ടാലിയിട്ട് മാറുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ വരിക ഏതാണ്? ബേരിയത്തിലാണ് 56 കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, ഫോർ എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഹാഫ് ലൈഫ് ഈസ് 10 മിനിറ്റ്സ്. ടി ഹാഫ് 10 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. ഇഫ് ഇനീഷ്യലി ദർ ആർ 600 നമ്പർ ഓഫ് ന്യൂക്ലിയൈ. അപ്പൊ N0 ഇനീഷ്യലി 600 ആണ് നമ്പർ ഉണ്ടായിരുന്നത്. ദ ടൈം ടേക്കൺ ഇൻ മിനിറ്റ്സ് ഫോർ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് 450 ന്യൂക്ലിയൈ. അതായത് നമുക്ക് എന്താ ടി ആണ് കണ്ടുപിടിക്കുന്നത്. ടി ഹാഫ് തന്നിട്ടുണ്ട്, N0 തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? 450 പാർട്ടികൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ 600 നിന്ന് 450 കുറച്ചാൽ അപ്പൊ ഇനി എത്ര ലെഫ്റ്റ് ചെയ്യുന്നത്? N എത്രയാണ്? 600 നിന്ന് 450 കുറക്കുക. അപ്പൊ 150 ആണ് N-ന്റെ വാല്യൂ. അപ്പൊ N കിട്ടി, N0 കിട്ടി, ടി ഹാഫ് കിട്ടി. ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് ടൈം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്ത് നോക്കൂ, എത്ര വരും? അപ്പൊ N 150, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? N/N0 ഈക്വൽ ടു 1/2 റേസ് ടു N എന്നുള്ള ഇക്വേഷൻ ചെയ്യുക. അപ്പൊ എന്ത് വരും? ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ N/N0 ചെയ്യുമ്പോൾ 150 ഡിവൈഡ് ബൈ 600. ഇത് ചെയ്യുമ്പോൾ ആൻസർ 1/4 എന്നാണ് വരിക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 1/4 ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ 1/4 വന്നു. റൈറ്റ് സൈഡിൽ എന്താ? 1/2 റേസ് ടു N ആണല്ലോ. അപ്പൊ N-ന്റെ വാല്യൂ എത്ര വന്നാലാണ് 1/4 ആവുക? N2 വന്നാലാണ്. N2 എന്ന് കിട്ടി. N2 നമ്പർ ഓഫ് ഹാഫ് ലൈഫ് 2 ആണ്. അത് നമുക്കിനി ടൈം കണ്ടുപിടിച്ചൂടെ? ഹാഫ് ലൈഫ് 10 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ടൈം ഉണ്ടാവും? ഇവിടെ 20 മിനിറ്റ്സ് ഉണ്ടാവും. സിമ്പിൾ ചോദ്യം. അപ്പം PSC ആവട്ടെ നീറ്റ് ആവട്ടെ ഈ റേഡിയോ ആക്ടിവിറ്റി പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അത് ആ ഒരു സീരിയസ്നെസ്സോടെ പഠിക്കുക. അടുത്തത്, when an alpha particle of mass m moving with velocity v bombards on a heavy nucleus of charge Z, its distance of closest approach from the nucleus depends on m. അതായത് ഇവിടെ R-ഉം M-ഉം തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, ഇവിടെ ക്ലോസസ്റ്റ് അപ്രോച്ചിൽ എന്ത് സംഭവിക്കുക? കൈനറ്റിക് എനർജിയും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറണം? രണ്ട് ഈക്വൽ ആയിട്ട് മാറാണ് ചെയ്യുക. അതായത് കൈനറ്റിക് എനർജി എത്ര? ഹാഫ് mv². ദെൻ പൊട്ടൻഷ്യൽ എനർജി kq/r ആണ് വരിക. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മാസും റേഡിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ നോക്കൂ. എന്താണ്? R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു m ആണ് വരിക. അപ്പോ ഇത് വരുന്ന ഓപ്ഷൻ ഏതാണ്? വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. ലാസ്റ്റ് ചോദ്യം, എ ന്യൂക്ലിയസ് ഓഫ് യുറേനിയം ഡീക്കേസ് അറ്റ് റെസ്റ്റ് ഇൻ ടു ന്യൂക്ലിയ ഓഫ് തോറിയം ആൻഡ് ഹീലിയം. അപ്പം യുറേനിയം ഡീക്കേ ചെയ്യാണ്. ഓക്കെ, യുറേനിയം തോറിയായിട്ടും അതുപോലെ ഒരു ഹീലിയായിട്ടും മാറി, അല്ലെങ്കിൽ ഒരു ആൽഫ ഡീക്കേ ആണ് സംഭവിച്ചത്. അപ്പൊ ഈ സമയത്ത് ഉള്ള കാര്യം പറയുന്നത് നോക്കൂ. എന്താ പറയുന്നത്? ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് മോർ മൊമെന്റം ദാൻ ദ തോറിയം ന്യൂക്ലിയസ്. അത് ഇങ്ങനെ ഡീക്കേ സംഭവിക്കുമ്പോൾ മൊമെന്റം എന്താ സംഭവിക്കുക? മൊമെന്റം ശരിക്ക് അത് സ്റ്റേബിൾ ചേഞ്ച് ചെയ്യുന്നില്ല. അത് രണ്ടുപേരുടെയും ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പൊ ഇവിടെ എന്താണ്? ഹീലിയത്തിന് കൂടുതലാണ് മൊമെന്റം എന്നാ പറയുന്നത്. അത് തെറ്റാണ്. ബി നോക്കൂ, ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് ലെസ് കൈനറ്റിക് എനർജി ദാൻ തോറിയം ന്യൂക്ലിയസ്. അവിടെ കൈനറ്റിക് എനർജിയുള്ള ഡിഫറൻസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. സിയും പറയുന്നത് എന്താ? ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് മോർ കൈനറ്റിക് എനർജി ദാൻ തോറിയം. ഡി എന്താ? ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് ലെസ് മൊമെന്റം. അപ്പൊ എന്തായാലും ലെസ് അല്ല, ഹീലിയം ന്യൂക്ലിയസിന്റെ അതുപോലെ തോറിയം ന്യൂക്ലിയസിന്റെ മൊമെന്റം സെയിം ആണ്, കൈനറ്റിക് എനർജിയാണ് മാറുന്നത്. അത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹീലിയത്തിന്റെ മാസ് എന്താണ്? മാസ് കുറവാണ്
അല്ലേ? തോരത്തിനാണെങ്കിൽ മാസ് കൂടുതലുമാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം മാസ് കുറഞ്ഞ ആളുകൾക്ക് എന്ത് സംഭവിക്കുക? കുറഞ്ഞ ആളുകൾക്ക് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവും. കൂടുതൽ വെലോസിറ്റി ഉണ്ടാകുക മീൻസ് അവിടെ കൈനറ്റിക് എനർജി ഹീലിയത്തിനാണ് എന്ത് കൂടുതൽ ഉണ്ടാവുക, അല്ലേ? അതേസമയം മാസ് കൂടിയ ആളാണ് തോറിയം. തോറിയത്തിന് മാസ് കൂടിയത് കൊണ്ട് തന്നെ വെലോസിറ്റി എന്താണ് ഓട്ടോമാറ്റിക് കുറയും. സോ കൈനറ്റിക് എനർജി തോറിയത്തിന്റെ കുറവായിരിക്കും. അപ്പൊ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് മോർ കൈനറ്റിക് എനർജി ദാൻ ദ തോറിയം ന്യൂക്ലിയസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പി സ്ക്വയർ ബൈ 2m എന്നുള്ള ഇക്വേഷനും യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ പി രണ്ട് കേസിലും എന്താണ് സെയിം ആയതുകൊണ്ട് ഇവിടെ എന്താ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ് വരിക, അല്ലേ? അപ്പൊ ഇവിടെ മാസ് കുറവാർക്കാണ്? മാസ് കുറവ് ഹീലിയത്തിനാണ്. ഓക്കെ, മാസ് അപ്പൊ ഹീലിയത്തിന് കുറവായത് കൊണ്ട് കൈനറ്റിക് എനർജി ഹീലിയത്തിന് എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും വരിക, അല്ലേ? അതേപോലെ തോറിയത്തിന്റെ കേസ് ആണെങ്കിലോ മാസ് കൂടുതലാണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി കുറയാണ് ചെയ്യുക. അപ്പൊ ആ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ മാസ് ഓഫ് ഹീലിയം ഈസ് ലെസ്, സോ കൈനറ്റിക് എനർജി ഓഫ് ഹീലിയം വിൽ ബി മോർ. അത് ഇത്രയാണ് നമുക്ക് എന്താ ന്യൂക്ലിയർ എന്നുള്ള ഭാഗത്തിൽ നിന്ന് PSCയിലും അതുപോലെ നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ളത്. അപ്പൊ ആ ഒരു ശ്രദ്ധയോടെ തന്നെ പഠിക്കുക. പിന്നെ പ്രോബ്ലംസ് ഒക്കെ എന്താ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ആ ലോജിക്കിലൂടെ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇനിയിപ്പോ ഇക്വേഷൻ പഠിച്ചാലും ചെയ്യാം, എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. പിന്നെ ആ DKയിൽ ആൽഫ ബീറ്റ DK അതിൽ നടക്കുന്ന ചേഞ്ചുകൾ കൂടെ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക, മാറിപ്പോരുത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ടോപ്പിക്കിൽ കാണാം. താങ്ക് യു.